ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. കുറെ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച്. ഇവിടെ വരാൻ പറ്റിയതിലുള്ള സന്തോഷം എടുക്കുന്നു. ഇതൊരു യാത്രയയപ്പിന്റെ ചടങ്ങാണ്. ഒരു മാഷ് പിന്നെ ഒരു ടീച്ചറും അവര് സ്കൂളിൽ വരിക, തിരിച്ചു പോവുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ ഒരു ശീലമായിട്ടുണ്ടാവും. ആ ശീലത്തിൽ നിന്ന് ഒന്ന് മാറുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പമാവണമെന്നില്ല. എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തുണ്ട്. അവന്റെ ഉപ്പ ഇതേപോലെ ഒരു മാഷായിരുന്നു, ദീർഘകാലം അധ്യാപകനായിരുന്നു. അങ്ങനെ അദ്ദേഹം റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹത്തിന് വയ്യാണ്ടായി. കാരണം അദ്ദേഹത്തിന് കുറേ കാലമായിട്ടുള്ളൊരു ശീലത്തിൽ നിന്ന് മാറിയപ്പോ അദ്ദേഹത്തിന് ജീവിതത്തിന്റെ തന്നെ ബാലൻസ് നഷ്ടപ്പെട്ടു. പതുക്കെ പതുക്കെ അദ്ദേഹം പുറത്തേക്കൊന്നും വരാതായി അങ്ങനെ രോഗിയായിട്ട് മാറിയ ഒരു ഓർമ്മ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഓരോ ദിവസവും ഇവിടെ വരികയും പോവുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഒരു ശീലമായിട്ട് മാറാം. എത്രയോ കുട്ടികൾക്ക് വെളിച്ചമായിട്ട് മാറാം. ഗുരു എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം അതാണ്. ഗുരു രണ്ടക്ഷരമാണ്. ഗു ശബ്ദം അന്ധകാരേശ്ച. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്. രു എന്ന് പറഞ്ഞാല് ആ ഇരുട്ടിനെ ഇല്ലാതാക്കുക. സംസ്കൃതത്തിൽ ഇങ്ങനെയാണ് പറയാ, ഗു ശബ്ദം അന്ധകാരേശ്ച, രു ശബ്ദം തദ് നിരോധകാഹ. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ടും, രു എന്ന് പറഞ്ഞാല് അതിനെ ഇല്ലാതെയാക്കുന്ന ആളും. അതാണ് ആര്? മാഷ്. ഒരു മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോ 500 രൂപയുടെ നോട്ടുമായിട്ടാണ് വന്നത്. നിങ്ങൾ കേൾക്കണ്ട? നിങ്ങൾ കുറെ സമയമായിട്ട് ഈ ചൂടത്തിരിക്കല്ലേ? ചൂടത്തിരിക്കുമ്പോ നമുക്ക് ആ ചൂടിനെ കുറിച്ചല്ലേ വല്ലാതെ ആലോചിക്കാൻ, പറയേണ്ട കാര്യങ്ങൾ ആലോചിക്കോ? എന്നാ ഞാൻ അധിക സമയം എടുക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ പോകും. ഓക്കെ? നമ്മുടെ ജീവിതത്തിൽ നമ്മള് എത്രകാലം മാഷന്മാരെ കാണുന്നുണ്ട് അല്ലേ? മാഷന്മാരും ടീച്ചർമാരുമായിട്ട് എത്രയോ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കുട്ടി 1ാം ക്ലാസ് മുതല് അല്ലെങ്കിൽ LKG മുതല് കോളേജ്, PG, ട്രെയിനിങ്, ഇങ്ങനെ കുറേ പഠിക്കുമ്പോ എത്രയേറെ മാഷന്മാരെ ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. 100 കണക്കിന് ആളുകളെ കാണുന്നുണ്ട് മാഷന്മാരായിട്ട്, ടീച്ചർമാരായിട്ട്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷെ കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആള് വരും? ആ 100 ആളുകളും വരുമോ? ഒരാള് വരുമോ? ചിലപ്പോ വരും, ചിലപ്പോഴേ വരുള്ളൂ. എനിക്ക് വരാറില്ല. എനിക്ക് അങ്ങനെ ഒരു മാഷയോ ടീച്ചറെയോ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗുരുനാഥന് എന്റെ ആയുസ്സിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ സങ്കടമാണ്. വിദ്യാലയത്തിൽ വെച്ചിട്ട് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ പഠിപ്പിച്ച ആളുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഒരാള് തങ്ങി നിൽക്കുന്നത് എങ്ങനെയാണടാ? ഇപ്പൊ ഇവിടെ ടീച്ചറും മാഷും റിട്ടയർഡ് ആവുക, അവരെത്രയോ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പഠിപ്പിച്ചതൊക്കെ കുറച്ചു കുട്ടികളെ ഓർത്തു വെക്കുള്ളൂ. നല്ലോണം പഠിക്കുന്ന കുട്ടികൾ മാത്രമേ അവര് പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കുള്ളൂ, അല്ലേ? നല്ലോണം പഠിച്ച കുട്ടികൾ മാത്രമേ ഓർത്തു വെക്കുള്ളൂ. എന്നാൽ എല്ലാ കുട്ടികളും ഓർത്തു വെക്കുന്ന ചില കാര്യങ്ങള് ഇവരുടെ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്തെങ്കിലും ചില കാര്യങ്ങളായിരിക്കും. മിക്കവാറും നമ്മുടെ മനസ്സിൽ ഒരാൾ ബാക്കിയാകുന്നത് എങ്ങനെയാണെന്നറിയോ? അയാള്
നമ്മൾക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്നേഹമോ കരുണയോ വാത്സല്യമോ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഒരാൾ തങ്ങി നിൽക്കാൻ കാരണമാവുക. ഇപ്പൊ ഞാൻ അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് എനിക്ക് ഉറപ്പായി ഞാൻ അടുത്ത നിമിഷം മരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഉറപ്പായാൽ ഈ നിമിഷം എന്റെ മനസ്സിലേക്ക് എന്താണ് വരിക? രണ്ട് കാര്യങ്ങളാണ് വരിക. കുറച്ച് മുഖങ്ങൾ വരും, കുറച്ച് നിമിഷങ്ങളും വരും. ഇത്രയും കൊല്ലം ജീവിച്ചതിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് ആകെ വരുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കും. അതെന്താ? കുറച്ച് നിമിഷങ്ങൾ, പിന്നെയോ കുറച്ച് മുഖങ്ങൾ. കുറച്ച് നിമിഷങ്ങളും കുറച്ച് മുഖങ്ങളും മാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഓർമ്മശക്തി കൊണ്ടല്ല. ഓർമ്മശക്തി കൊണ്ടാണെങ്കിൽ നമ്മളെല്ലാവരും ഓർക്കണ്ടേ? എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ എത്രയേറെ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യരിൽ നിന്ന് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഓർമ്മയിൽ നിലനിൽക്കുന്നത് വളരെ കുറച്ച് ആളുകളല്ലേ. അതെന്തുകൊണ്ടാ? എന്റെ ഓർമ്മശക്തി കൊണ്ടാണോ? അത് അല്ല, അവരുടെ എന്തോ മാജിക് കൊണ്ടാണ്. ചില നിമിഷങ്ങൾ മാത്രം നമ്മുടെ ഓർമ്മയിൽ ബാക്കിയാവും. അതെന്തുകൊണ്ടാ? നമ്മുടെ ഓർമ്മശക്തി കൊണ്ടല്ല. ഓർമ്മശക്തി കൊണ്ടാണെങ്കിൽ എല്ലാ നിമിഷവും നമ്മൾ ഓർക്കണ്ടേ? ചിലതേ ഓർക്കും, ചിലരേ ഓർമ്മിക്കപ്പെടും. അതെന്തുകൊണ്ടാ? അത് ആ നിമിഷങ്ങളുടെയും ആ മനുഷ്യരുടെയും എന്തോ മാജിക് കൊണ്ടാണ്. അതാണ് ഒരു മാഷ് നമ്മുടെ ഓർമ്മയിൽ ബാക്കിയാകുന്നത് അയാൾ പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടാവണമെന്നില്ല. കുറച്ചു കുട്ടികളുടെ മനസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് നിലനിൽക്കും. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ നിലനിൽക്കുന്നത്? ആ മാഷിന്റെ അടുത്ത് നിന്ന് കിട്ടിയ എന്തോ ഒരു ഓർമ്മ കൊണ്ടാണ്, നമ്മളോട് കാണിച്ച എന്തോ ഒരു കരുണ കൊണ്ടാണ്. അതാ ഒരു മാഷ് ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിലേക്ക് വരുന്നത് 500 രൂപയുടെ നോട്ട് കൊണ്ടാണ്. എന്നിട്ട് മാഷ് കുട്ടികളോട് ചോദിച്ചു, ഇതാർക്ക് വേണം? ഈ 500 രൂപ ആർക്ക് വേണം? അപ്പൊ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണോ, എനിക്ക് വേണോ, എനിക്ക് വേണം. അപ്പൊ മാഷ് എന്താ ചെയ്യുന്നതെന്ന് അറിയാം? ആ നോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ചുളിച്ചു. അതിങ്ങനെ ചുളിഞ്ഞു പോയി. ചുളിഞ്ഞു പോയ ആ നോട്ട് ഇങ്ങനെ പതുക്കെ നിവർത്തിയതിനു ശേഷം കുട്ടികളോട് ചോദിച്ചു, ഇപ്പൊ ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാരും പറഞ്ഞു, എനിക്ക് വേണം, പക്ഷെ എനിക്ക് വേണം. അപ്പൊ മാഷ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആ നോട്ട് ഇങ്ങനെ താഴെ ഇട്ടിട്ട് അതിൽ ചവിട്ടി, ചെരുപ്പുകൊണ്ട് ചവിട്ടിയത്. അതിങ്ങനെ പൊടിയായി മണ്ണായി ചുളിഞ്ഞു പോയി, കാണാൻ ഒരു ഭംഗിയില്ലാത്ത ആ നോട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും ഇങ്ങനെ നിവർത്തിയിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പൊ ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാരും പറഞ്ഞു, എനിക്ക് വേണം, ഉറപ്പായിട്ടും എനിക്ക് വേണം, എനിക്ക് വേണം, എല്ലാരും പറഞ്ഞു. അപ്പൊ മാഷ് ചോദിച്ചു, അതെന്താണ്? ചുളിഞ്ഞു പോയിട്ടും അഴുക്കായിട്ടും പൊടിയായിട്ടും പിന്നെയും ഇത് വേണം വേണം എന്ന് നിങ്ങൾ പറയണത് എന്തുകൊണ്ടാണ്? കുട്ടികൾ പറഞ്ഞു, മാഷേ 500 രൂപ 500 രൂപയെന്നല്ലേ. അതിൽ പൊടിയായാലും ചെളിയായാലും 500 രൂപ 500 രൂപ എന്നല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണം. അപ്പൊ മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? എടാ, നമ്മുടെ ജീവിതം ഇതേപോലെയാണ്. അവരുടെ അവസാനത്തെ ദിവസമാണ് ആ സ്കൂളിൽ. അവസാനത്തെ ദിവസം ആ മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ചിലപ്പോ ചുളിഞ്ഞു പോകും, ചിലപ്പോ ചില പരാജയങ്ങളിൽപ്പെട്ട് അതിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കുറയും. ആരുടെയൊക്കെയോ ചവിട്ട് കൊണ്ട് അതിന്റെ പാടുകളും കാണും. പക്ഷെ എത്രയൊക്കെ ചെളിയായാലും എത്രയൊക്കെ പൊടിയായാലും ഈ 500 രൂപയ്ക്കൊരു വിലയുണ്ടെന്ന് എന്റെ കുട്ടികൾ പറഞ്ഞില്ലേ? അതേപോലെയാണ്. എടാ, നിങ്ങളുടെ ആയുസ്സിനൊരു വിലയുണ്ട്. ഈ ലോകത്തെ എല്ലാവരും നമ്മുടെ ആൾക്കാരല്ല. നമ്മുടെ ആൾക്കാരെന്ന് വിചാരിച്ചവര് പോലും ചിലപ്പോ നമ്മുടെ ആൾക്കാരാവില്ല. ഈ ലോകത്തെ എല്ലാവരും നമ്മുടേതല്ല, എല്ലാം നമ്മുടേതല്ല. നമ്മുടേതെന്ന് പറയാൻ ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് നമ്മുടെ ആയുസ്സാണ്. അതുകൊണ്ട് ആ ആയുസ്സിനെ ആഘോഷിക്കണം എന്ന് മാഷ് അവർക്ക് പറഞ്ഞു കൊടുത്തു. വേറൊരു മാഷുണ്ട്. ആ മാഷ് ഇതേപോലെ ഒരു ആശ്രമം നടത്തുന്ന ആളാണ്. പണ്ട് കാലങ്ങളിൽ ഗുരുകുല വിദ്യാലയമാണ്, ഇതേപോലെ സ്കൂളില്ല.
കുട്ടികളെ മാഷന്മാരെ തെരഞ്ഞ് അങ്ങോട്ട് പോകണു. ഇപ്പൊ മാഷന്മാര് കുട്ടികളെ തെരഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. പണ്ട് അങ്ങനെയല്ല, മാഷെ തേടി കുട്ടികള് അങ്ങോട്ട് പോയിട്ട് മാഷിന്റെ കൂടെ ജീവിക്കും. അതാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ മാഷിന്റെ കൂടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഭാഷോ എന്നാണ് ആ മാഷിന്റെ പേര്. ജപ്പാനിലായിരുന്നു. ആ മാഷിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തോ മോഷ്ടിക്കും മറ്റുള്ള കുട്ടികളുടേത്. അവനിങ്ങനെ മോഷണത്തിന്റെ ഒരു ശീലമുണ്ട്. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് വന്നപ്പോ കുട്ടികളെല്ലാരും മാഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഷേ, ഇവനിങ്ങനെ മോഷണം നടത്തുന്നുണ്ട്, അത് ഇവനാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാഷ് അവനെ പുറത്താക്കണം, അവനെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ ചെയ്താൽ പോരെ, ഒരവസരം കൂടി അവന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാരും കൂടി ഒരവസരം കൂടി അവന് കൊടുക്കുക. അവൻ പിന്നെയും മോഷ്ടിച്ചു. അവനത് നിർത്താൻ കഴിയണില്ല. പിന്നെയും അവൻ മോഷ്ടിച്ച സമയത്ത് കുട്ടികളെല്ലാവരും മാഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഷേ, പിന്നെയും അവന് ഞങ്ങളുടെ വിലപ്പെട്ട കാര്യങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്, അവനവിടുന്ന് പുറത്താക്കിയേ പറ്റൂ, അവനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. അവൻ മാഷ് ആ കുട്ടികളോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, എടാ, ഞാൻ അവനെ പുറത്താക്കൂല. ഞാൻ അവനെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പുറത്തു പോയാൽ എനിക്ക് യാതൊരു പേടിയുമില്ല. കാരണം നിങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട്, ശരിയും തെറ്റും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്റെ ആ കുട്ടിക്ക് ഇപ്പോഴും ശരിയും തെറ്റും മനസ്സിലായിട്ടില്ല. അവനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കില്ല. ഒരു തെറ്റിന്റെ പേരിൽ അവനെ തിരസ്കരിക്കുകയല്ല ചെയ്യുന്ന മാഷ്. അവനെന്തോ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് മാഷ് തിരിച്ചറിയാണ്. അങ്ങനെ മാഷ് അവനെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി ഇനി മോഷ്ടിക്കുമോ? സാധ്യത കുറവാണ്. ഇതേപോലെ അതേ മാഷിന്റെ വിദ്യാലയത്തിൽ നടന്ന വേറൊരു സംഭവമുണ്ട്. ഒരാൾ രാത്രി ഇങ്ങനെ മതിൽ ചാടിയിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഒരാള് ഈ കുട്ടികളുടെ കൂട്ടത്തില് ഒരാളിങ്ങനെ മതിൽ ചാടിയിട്ട് എന്തോ ഒരു ഏർപ്പാടിന് പോവുകയാണ്. ഇവന് എല്ലാ രാത്രിയും മാഷ് ഇതറിഞ്ഞു. ഇവൻ എല്ലാ രാത്രിയും ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് മാഷ് അറിയാം. ഇവൻ മതിൽ ചാടുന്നത് എങ്ങനെയാണെന്നറിയോ? മതിലിന്റെ മുകളിലേക്ക് എന്തോ ഒരു മരക്കഷ്ണം ഇങ്ങനെ താങ്ങി വെച്ചിട്ട് അതിൽ ചവിട്ടിയിട്ടാണ് മതിൽ ചാടുക. അത്രയും ഉയരമുള്ള മതിലാണ്. അങ്ങനെ അന്ന് രാത്രിയും ഇവന് ഇതേപോലെ മരക്കഷ്ണം വെച്ച് അതിമേൽ ചവിട്ടിയിട്ട് പുറത്തേക്ക് ചാടിയിട്ട് അങ്ങനെ പോവുക. എല്ലാം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോ ഇതേപോലെ മതിലിന്റെ മുകളിൽ കയറിയിട്ട് താഴെ ആ മരക്കഷ്ണത്തിലേക്ക് ഇങ്ങനെ കാല് വെച്ചപ്പോ നല്ല സോഫ്റ്റ് ആയൊരു മരക്കഷ്ണം. സാധാരണ ഇത്ര സോഫ്റ്റ് ആവാറില്ല മരക്കഷ്ണം, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. അവനതിലിങ്ങനെ ചവിട്ടിയിട്ട് ആ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് എടുത്തു ചാടിയതിനു ശേഷം അവൻ വെറുതെ ഇങ്ങനെ ആ മരക്കഷ്ണത്തെ നോക്കിയതാ. അപ്പൊ അവന് മനസ്സിലായി അത് മരക്കഷ്ണായിരുന്നില്ല, മാഷായിരുന്നു. ഇനി അവന് മതിൽ ചാടുവോ? ചാടാൻ സാധ്യത ഉണ്ടോ? ഇതിന്റെ പേരെന്താണെന്നറിയോ? കരുണ. ഇതിന്റെ പേരാണ് കരുണ. എടാ, എന്തിനാണ് നമ്മൾ ഈ കാരുണ്യത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണെന്ന് പറയണത്? അത് ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ മനുഷ്യർ തമ്മിലും, വിദ്യാർത്ഥികൾ തമ്മിലാവട്ടെ, സഹപാഠികൾ തമ്മിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലാവട്ടെ, മനുഷ്യർ തമ്മില് കാരുണ്യവും സ്നേഹവും ഇങ്ങനെ നിലനിൽക്കണമെന്ന് നമ്മൾ എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് പറയണത്? എന്തിനാണ്? എടാ, അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ലോകത്ത് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ യന്ത്രങ്ങൾ വരും. ഇനിങ്ങനെ പ്രസംഗിക്കാനൊന്നും ആരും വരണ്ട. പ്രസംഗമൊക്കെ യന്ത്രങ്ങൾ, റോബോട്ടുകൾ വന്ന് നിങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ നടത്തിയിട്ട് പോകും. മാഷന്മാരൊന്നും ഇനി ആവശ്യം ഉണ്ടാവില്ല. കുറെ കാലം കഴിഞ്ഞാല് അതൊക്കെ AI മാഷന്മാരായിട്ട് മാറും അല്ലേ? പണ്ടൊക്കെ നമ്മൾ ഹെൽമെറ്റ് ഇട്ടോന്ന് നോക്കാനുള്ളതാണ് പോലീസല്ലേ? ഇന്നാരാ നോക്കുന്നത്? ഇന്ന് AI ആണ് നോക്കുന്നത്. AIക്ക് വേറൊന്നുമില്ല, ആ ഏൽപ്പിച്ച ജോലി മാത്രമേ ചെയ്യുള്ളൂ. എല്ലാം AI ഏറ്റെടുക്കാൻ പോവാണ്. ഡ്രൈവർമാരെ ആവശ്യമില്ല. ദുബായിലൊക്കെ അങ്ങനെയുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. ഡ്രൈവർമാരെ ആവശ്യമില്ല, അതൊക്കെ AI ഏറ്റെടുക്കും. റോബോട്ടുകൾ, എല്ലാത്തിനും റോബോട്ടുകൾ വരും. എടാ, റോബോട്ടുകളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ
നമ്മുടെ തലച്ചോറ് ചെയ്യുന്നതൊക്കെ റോബോട്ടുകൾ ചെയ്യും. പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ ചെയ്യുന്നത് റോബോട്ടിന് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് ഈ കരുണ, സ്നേഹം, വാത്സല്യം എന്നൊക്കെ പറയുന്നത്. ഒരു പോലീസുകാരനാണ് നമ്മളെ ഹെൽമെറ്റ് ഇടാതെ കണ്ടതെങ്കിൽ അയാളോട് നമ്മൾ പറയാ ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ സത്യസന്ധത ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായാൽ ചിലപ്പോൾ അയാള് ബില്ല് എഴുതാതെ വിട്ടെന്ന് വരാം. ഐക്ക് അങ്ങനെ മനസ്സിലാവില്ല ഇതാരൊക്കെയാണ് ഇരിക്കുന്നതെന്നോ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അവരെന്തുകൊണ്ട് ഹെൽമെറ്റ് മറന്നു എന്നോ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നതിനെ കുറിച്ചൊന്നും ഐക്ക് അറിയില്ല. ഐക്ക് ഒറ്റ കാര്യം അറിയുള്ളൂ, അതെന്താണ്? നമ്മുടെ ഈ സാധനം ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരുണ്യമില്ല, സ്നേഹമില്ല, എമ്പതിയില്ല, കമ്പാഷൻ ഇല്ല, വാത്സല്യമില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഇതാർക്കേ കഴിയുള്ളൂ? എടാ, ഇത് നമുക്കേ കഴിയുള്ളൂ, മനുഷ്യനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയണം എന്ന് പറയണത്. ഇതില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ കാരുണ്യമുള്ള ഒരു മനുഷ്യനായി മാറുമ്പോൾ അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ മാറാൻ തുടങ്ങും. കാരുണ്യമുള്ള ഒരു മനുഷ്യനൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ അന്തരീക്ഷം മാറും, അവിടെ ബഹളങ്ങൾ കുറയും, അയാൾ കൂടെയുള്ള മനുഷ്യന്മാരെ മനസ്സിലാക്കും. കാരുണ്യമുള്ള ഒരു കണ്ടക്ടറാണ് ഉള്ളതെങ്കിൽ അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകൂടെ ഒരു സമാധാനം ഉണ്ടാവും. എൻ്റെ ഒരു മാഷ് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹം മാനന്തവാടിയിലേക്ക് പോവാം. മാനന്തവാടിയിലേക്ക് KSRTC ബസ്സിൽ പോവാം. അപ്പൊ ഇങ്ങനെ ചുരം കയറി പോകുന്ന സമയത്ത് ചുരത്തിൽ വെച്ച് ഈ ബസ്സിലിരിക്കണ ഒരാള് ഛർദ്ദിക്കാൻ തുടങ്ങി. അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങിയതോടെ അയാളുടെ സൈഡിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ്. കുറെ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, കുറെ ആളുകൾ അപ്പുറത്തൊക്കെ പോയി ഇരിക്കാൻ തുടങ്ങി. ഇയാളുടെ സൈഡിൽ ആരുമില്ല, ഇയാൾ ഒറ്റക്കുള്ളൂ. നമ്മുടെ മാഷിങ്ങനെ ഏറ്റവും പിറകിലെ സീറ്റിലിരിക്കണം. മാഷിങ്ങനെ കാണുകയാണ് ഈ കാഴ്ച. ഇയാളാകെ ഛർദ്ദിച്ചിട്ട് ഇങ്ങനെ അവശനായിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. ആ സമയത്ത് അയാളുടെ അടുത്തേക്ക് ഒരാൾ ഓടി വരിക. ഓടി വന്നിട്ട് ഇങ്ങനെ പുറത്ത് തടവി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ അയാളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഛർദ്ദിച്ച സ്ഥലത്തൊക്കെ പത്രം വിരിച്ച് ഇടുന്നുണ്ട്. മാത്രമല്ല ഇയാള് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ വെള്ളക്കുപ്പി കണ്ടാൽ അറിയാം ഇയാള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ആരാന്നറിയോ? ഈ ബസ്സിലെ കണ്ടക്ടറാണ്. അധികം പ്രായമായിട്ടില്ല, ജോലിയിൽ കയറിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ടാവുള്ളൂ. അത്രയും ചെറിയ പ്രായമാണ്. അയാളാണ് ഓടി വന്നിട്ട് ഈ ഛർദ്ദിച്ച ആളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയും കംഫർട്ടാക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മാഷ് പറയാ, എനിക്ക് അവരെ കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം വരിക. ഞാൻ അവന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കാലിൽ തൊട്ട് നമസ്കരിച്ചാലോ എന്ന് തോന്നി. മാഷ് പറയാ, മാഷ് പള്ളിയിലെ അച്ഛനാണ് കേട്ടോ. മാഷ് അപ്പൊ ഒന്നും ചെയ്തില്ല. ബസ് മാനന്തവാടിയിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ്സിൽ ഈ കണ്ടക്ടറും നമ്മുടെ ഈ മാഷും മാത്രമേ ഉള്ളൂ. മാഷ് പറയാ, എനിക്ക് അവനോട് എന്തെങ്കിലും ഒന്ന് പറയണം, അവനെ ഒന്ന് അഭിനന്ദിക്കണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങിയതിനു ശേഷം ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അവന് ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സ്വാമിയാണ്. മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ കറുത്ത തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ സ്വാമിയാണ് എന്ന് മനസ്സിലായപ്പോ അവൻ അയ്യപ്പനെ കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. മാഷ എന്താ ചെയ്തതെന്നറിയോ? മാഷ അവന്റെ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോണ? നീ തന്നെയാണ് അയ്യപ്പൻ. നിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് ദൈവാംശം. ഒരാൾ കാരുണ്യമുള്ള ഒരാളായി മാറുമ്പോ അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ ചുറ്റുപാടുകൾ മാറാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അയാളുടെ കൂടെയുള്ള മനുഷ്യരെ അയാൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. AI ഒരു മാഷായിട്ട് വന്നാൽ AIക്ക് അറിയില്ല ഈ മുന്നിലിരിക്കുന്ന കുട്ടികളെ കുറിച്ച്. 28 കുട്ടികൾക്കും 28 ജീവിതമാണ് എന്ന് AIക്ക് അറിയില്ല. കാരുണ്യമുള്ളൊരു മാഷക്ക് മനസ്സിലാവും. കൊടുവള്ളിയിലുള്ളൊരു മാഷ് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. മാഷിന്റെ പേര് ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ ചേർന്ന കാലത്തെ കുറിച്ചുള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ ആ സമയത്ത് വല്ലാത്ത ആത്മാർത്ഥതയായിരുന്നു ജോലിയോട്. അദ്ദേഹം പറയാ, അപ്പൊ ഒരു കുട്ടി വൈകി വരിക എന്ന് പറഞ്ഞാല് ആ മാഷിന് താങ്ങാൻ കഴിയില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എത്ര ദേഷ്യപ്പെട്ടിട്ട് ഇവൻ പിന്നെയും വൈകിയാണ് വരുന്നത്. മാഷ് ഒരു ദിവസം ഇവനെ അടിച്ചു. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ കയ്യിലുള്ള കമ്പ് കൊണ്ട് മാഷ അടിച്ചു. ആ അടി കൃത്യമായി കൊണ്ടത് ഇവന്റെ വിരലിലാണ്.
ആ വിരലിങ്ങനെ അറ്റു തൂങ്ങി. ഇവനിങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര കരയുന്നുണ്ട്, തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. കുറെ സമയമായിട്ട് ഈ വിരൽ അനക്കാൻ പറ്റുന്നില്ല ഇവന്. ഇതിങ്ങനെ നീലിച്ചു വരാൻ തുടങ്ങുന്നു. മാഷിക്ക് പേടിയായി. ചെറിയ പ്രായമാണ് മാഷി ഇവനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ പോയി ഇവന്റെ കൈയൊക്കെ കെട്ടുകയും മറ്റൊക്കെ ചെയ്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഇവനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് മാഷ്. ആ വീട്ടിലേക്ക് ചെന്നപ്പോ സാധാരണ വീട്ടിന്റെ വാതിൽക്കൽ ചെന്നിട്ട് അമ്മാന്നോ അച്ഛന്നൊക്കെ വിളിക്കണ്ടേ, ഇവനങ്ങനെ വിളിക്കുന്നൊന്നുമില്ല. ഇവൻ വാതിലിനടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ജനാലയിലൂടെ കൈയൊക്കെ ഇട്ടിട്ട് അവൻ തന്നെ വാതിൽ തുറന്ന് ഇവനെ മാഷ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു. ഇത്രയും സമയമായിട്ട് അവൻ മാഷോടൊരു പരാതി പോലും പറഞ്ഞിട്ടില്ല. എന്തിനാണ് മാഷ എന്നെ അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. എന്തിനാണ് നേരം വൈകിയതിന് ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയത് എന്ന് ചോദിച്ചിട്ടില്ല. അവനൊരു പരാതിയും പറഞ്ഞിട്ടില്ല. മാഷെ അവനിങ്ങനെ അവന്റെ ആ ചെറിയ കുടിലിലേക്ക് ക്ഷണിച്ചു. ആ വീടിനകത്തേക്ക് മാഷ് ഇങ്ങനെ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവൻ എന്തുകൊണ്ടാണ് വൈകുന്നത്. അവന് വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയുണ്ട്. അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് ആകെയുള്ളത് ഒരു പശുവാണ്. ആ പശുവിന്റെ പാല് കറന്നെടുക്കുന്നത് ഈ കുട്ടിയാണ്. ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിൽക്കുന്നതും ഈ കുട്ടിയാണ്. സൊസൈറ്റിയിൽ കൊണ്ടുപോയി ആ പാലിന്റെ പാത്രം വീണ്ടും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അവന്റെ പുസ്തകം മുഴുവൻ അടുക്കി പിടിച്ച് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടി ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് അന്ന് മുതൽ മാഷിക്ക് മനസ്സിലായി. മാഷിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, എന്റെ മുന്നിൽ ഇരിക്കുന്ന 28 കുട്ടികൾക്കും 28 ജീവിതമാണ്. കൊടുക്കുന്ന ഹോംവർക്ക് ഒന്നെന്നാണ്, പക്ഷെ 28 കുട്ടികൾക്കും 28 ജീവിതമാണ് എന്നും 28 സാഹചര്യങ്ങളാണ് എന്നും 28 സങ്കടങ്ങളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നും അന്ന് മാഷിക്ക് മനസ്സിലായി. ഇതെന്താണെന്നറിയോ, ഈ കൂടെയുള്ള മനുഷ്യനെ ഒരാൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, ഒരാളുടെ ഉള്ളിൽ കമ്പാഷൻ ഉണ്ടാവുമ്പോൾ അയാൾ കുറച്ചുകൂടെ നല്ലൊരു മാഷായിട്ട് മാറും, ഓർമ്മിക്കപ്പെടുന്ന ഒരു അധ്യാപകനായി മാറും. അപ്പൊ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്ന ആള് നല്ലോണം പഠിപ്പിച്ച മാഷൊന്നുമില്ല, നല്ലോണം കരുണ കാണിച്ച മാഷായിരിക്കും. ഇതൊരു സത്യമാണ്. മമ്മൂട്ടി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, സിനിമനാണ്, കേരള കഫേ എന്നാണ്. ആ കേരള കഫേയിലുള്ള 4-5 സിനിമകളുണ്ട്. അതിലൊരു സിനിമയിൽ അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. ആകെ 10 മിനിറ്റേ ഉള്ളൂ. പുറം കാഴ്ചകൾ എന്നാണ് ആ സിനിമയുടെ പേര്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഉണ്ടോ? ഇല്ല, നിങ്ങൾ കാണണം കേട്ടോ. ലാൽ ജോസ് ആണ് സംവിധാനം ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ. ആകെ 10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ വല്ലാത്തൊരു ഷോർട്ട് ഫിലിമാണ്. ഒരു ബസ് ഇങ്ങനെ പോവാ, ഹൈ റേഞ്ചിലൂടെ പോലെ മല കയറി ഇങ്ങനെ പോകുന്ന ഒരു ബസ്. ആ ബസ്സിലുള്ള എല്ലാ ആളുകളും ഭയങ്കര ഹാപ്പിയാണ്, കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര രസമായിട്ട് പോവാ. പക്ഷെ ആ ബസ്സിലേക്ക് ഒരാൾ കയറി വരിക, അതാണ് മമ്മൂട്ടി കയറി വരിക. അയാൾ കയറി വന്നതോടുകൂടി ആ ബസ്സിന്റെ സ്വഭാവമൊക്കെ മാറി. കാരണം ഇയാൾ ഭയങ്കര ദേഷ്യം, വല്ലാതെ ദേഷ്യം പിടിക്കുക, ദേഷ്യപ്പെടുക. അയാൾ അടുത്തിരിക്കുന്ന ആള് ഇയാളോട് എന്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരം പറയുന്നതിന് പകരം ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. ആ ബസ്സിലേക്ക് കുറെ കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട്. അവര് വളരെ ചില്ലാണ്, ഭയങ്കര പ്ലഷർ ട്രിപ്പാണ് അവർക്ക്. ഭയങ്കര രസമായിട്ട് പാട്ട് പാടുന്നുണ്ട്, ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വെള്ളച്ചാട്ടം കണ്ട സമയത്ത് ആ കുട്ടികള് ഡ്രൈവറോട് പറയുന്നുണ്ട്, ഇവിടെ ഒന്ന് കുറച്ചുനേരം നിർത്തി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ബസ് കുറച്ചു നേരം അവിടെ നിർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇയാള് ദേഷ്യപ്പെട്ടു. ബസ് നിർത്തുന്നത് കണ്ടിട്ട് ഇയാള് ദേഷ്യപ്പെട്ടു. ബസ് നിർത്തിയപ്പോഴേക്ക് ഇയാള് പിന്നെയും ദേഷ്യപ്പെട്ട് വേഗം പോവാൻ വേണ്ടിയൊക്കെ ഇയാള് പറയാം. ഇയാൾ അങ്ങനെ ഒരു ചൂടൻ, ആർക്കും അയാളെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഒരു ചൂടൻ സ്വഭാവം. എല്ലാ രസവും പോയി ബസ്സിന്റെ. ആരും മിണ്ടാതാവുകയാണ് കുറേ സമയം. കുറച്ച് സമയം ഇങ്ങനെ ബസ് പോയി ഒരു സ്ഥലത്തേക്ക് ഇയാൾ പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണമെന്ന്. അവിടെ സ്റ്റോപ്പില്ല. അപ്പൊ ഈ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും സമയം മറ്റുള്ളവർക്ക് നിർത്തി കൊടുത്തപ്പോഴൊക്കെ ദേഷ്യപ്പെടായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോ നിർത്തി തരണം എന്നാണ് പറയണത്. ഇവിടെ നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞു. നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? ഇയാളൊരു അലറലായിരുന്നു, നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ആ അലറൽ കേട്ട് ഡ്രൈവർക്ക് അറിയാതെ ബ്രേക്കിൽ ചവിട്ടിപ്പോയി.
അങ്ങനെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇയാൾ ഓടുകയാണ്. ഓടുന്നത് എങ്ങോട്ടാണെന്നറിയോ? കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിലേക്കാണ്. ആ വീട്ടിലേക്ക് ഇയാൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് ഏട്ടാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ബസിന്റെ പിറകിൽ ഒരു ജീപ്പ് വരുന്നുണ്ട്. ആ ജീപ്പിന്റെ മുകളിൽ ഒരു ശവപ്പെട്ടി ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ജീപ്പ് കയറിപ്പോകുന്നത് ഈ ചെറിയ വീട്ടിലേക്കാണ്. ഇയാളുടെ ആരോ മരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഈ ലോകത്തുള്ള ഒരു സന്തോഷം കൊടുക്കില്ല. ഇയാളുടെ എല്ലാ രസവും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെട്ടത്. അയാൾ ശരിക്കും ദേഷ്യക്കാരനായതുകൊണ്ടല്ല. അയാളുടെ ജീവിതത്തിൽ എന്തോ ഒരു ദുഃഖം അയാൾ വേട്ടയാടുന്നുണ്ട്. അയാൾ ആ ബസ്സിലിരിക്കുന്ന നേരം മുഴുവനും അയാൾ ഇങ്ങനെ പൊള്ളി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ദേഷ്യക്കാരനായത്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി പോകുന്ന അയാളെ ആ ബസ്സിലുള്ള മുഴുവൻ ആളുകളും കുറ്റബോധത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്താണ് ആ സിനിമ അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിന് ഇന്ന് ആവശ്യം എന്താണെന്നറിയാം? കാരുണ്യം. വയലൻസും വെറുപ്പും ആവശ്യത്തിലേറെ ഉള്ളൊരു ലോകമാണ് നമ്മുടെ. എവിടെ നോക്കിയാലും മനുഷ്യർക്കിടയിൽ കലഹമാണ്, വെറുപ്പാണ്, മനുഷ്യർക്ക് തമ്മിൽ വിദ്വേഷമാണ്. അവിടെ ഈ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മനുഷ്യനോട് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇത് മനുഷ്യന് മാത്രം കഴിയുന്ന ഒന്നാണ്. മൂല്യബോധമുള്ള ഒരു തലമുറ വളർന്നു വരണം. മനുഷ്യനോട് കടപ്പാടുള്ള ഒരു തലമുറ വളർന്നു വരണം. അവനവന്റെ വിജയങ്ങൾ മാത്രം നോക്കി കാണുന്ന ഒരു തലമുറയല്ല. അവനെ കൂടി സഹായിക്കാനോ അവനെ കൂടി മോചിപ്പിച്ചെടുക്കാനോ കാരുണ്യമുള്ളൊരു തലമുറ ഉണ്ടാവണം. അപ്പോഴാണ് ഈ ലോകത്ത് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവുക. അതിനേറ്റവും സാധിക്കുന്ന ആളുകൾ അധ്യാപകരാണ്. അങ്ങനെ എത്രയോ തലമുറകൾക്ക് വെളിച്ചം കൊടുത്തിട്ടുള്ള ഒരു മാഷും ഒരു ടീച്ചറും വിട പറയും. ഈ കലാലയത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി യാത്രയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.